കസേര ഷേക്കാകാതിരിക്കുവാൻ കാശ് കൊടുത്ത് തലയൂരി ഷേഖ് DGP. ബാധ്യതയുണ്ടെന്ന വസ്തുത മറച്ചുവെച്ച് ഭാര്യയുടെ പേരിലുള്ള ഭൂമി വിൽക്കുവാൻ പ്രവാസിയായ ഉമർ ഷെരീഫിൽ നിന്നും വാങ്ങിയ 30 ലക്ഷം രൂപ അഡ്വാൻസ് തുകയും അതിന്റെ പലിശയും നൽകി കോടതിക്ക് പുറത്ത് കേസ് ഒത്തുതീർപ്പാക്കി. ഈ വിവരം തിരുവനന്തപുരം 2ാം നമ്പർ സബ് കോടതിയെ അറിയിക്കുവാനും പരസ്പരം ധാരണയായി എന്നാണ് വിവരം. ബാധ്യത മറച്ചുവെച്ച് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേസ് സാഹിബ് ഭൂമി വിൽക്കുവാൻ ശ്രമിച്ചെന്നായിരുന്നു കേസ്. പരാതിയുമായി തിരുവനന്തപുരം സ്വദേശി ഉമർ ഷെരീഫാണ് രംഗത്തെത്തിയത്. പണം തിരികെ കൊടുക്കുവാൻ DGP തയ്യാറാകുന്നതിനെ തുടർന്ന് വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. അഡ്വാൻസ് തുക തിരികെ നൽകാത്തതിനെ തുടർന്ന് DGPയുടെ ഭൂമി ജപ്തി ചെയ്യുവാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഈ തുക കോടതിയിൽ കെട്ടിവെച്ചെങ്കിലേ ഭൂമി കൈമാറ്റം ചെയ്യുവാനാവുമായിരുന്നുള്ളൂ. DGPയുടെ ഭൂമി തട്ടിപ്പ് വാർത്തയാകുകയും വിവാദമാകുകയും ചെയ്തതോടെ DGPക്ക് മാത്രമല്ല സർക്കാരിനും തലവേദനയായി മാറി ഈ കച്ചവടം. ഇതിനെ തുടർന്നാണ് ഉമർ ഷെരീഫിന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് മുതലും പലിശയുമടക്കം തിരികെ കൊടുക്കുവാൻ DGP തയ്യാറായത്. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിലെത്തിയത്. നൽകിയ പണം പലിശയടക്കം തിരിച്ചു കിട്ടിയതിനാൽ കേസ് അവസാനിപ്പിക്കുവാൻ അനുവദിക്കണമെന്ന് കാട്ടി ഉമർ ഷെരീഫ് ഇന്നലെ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഹർജി തീർപ്പാക്കിയതായി കോടതിയും ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെ കേരള സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി ഉമർ ഷെരീഫ് എന്ന സാധാരണക്കാരനായ പൗരന്റെ മുന്നിൽ നാണം കെട്ട് തലതാഴ്ത്തി. DGPയുടെയും ഭാര്യ ഫരീദ ഫാത്തിമയുടെയും പേരിൽ പേരൂർക്കട മണികണ്ഠേശ്വരത്തുള്ള 10.8 സെന്റ് വസ്തു 74 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്നതിന് ഉമർ ഷെരീഫ് കരാർ ഒപ്പിട്ടിരുന്നു. കരാർ ദിവസം ഉമർ 15 ലക്ഷം രൂപയും 2 ദിവസം കഴിഞ്ഞ് 10 ലക്ഷം രൂപയും നൽകി. ഒരാഴ്ച കഴിഞ്ഞ് DGPയുടെ ഓഫീസിലെത്തി 5 ലക്ഷം രൂപയും നൽകി. 30 ലക്ഷം കൈപ്പറ്റിയെന്ന് അന്ന് തന്നെ DGP കരാർ പത്രത്തിന്റെ പിന്നിൽ എഴുതി ഒപ്പിട്ടും നൽകി. ബാധ്യതകളില്ലെന്ന് പറഞ്ഞാണ് ഉമറിൽ നിന്ന് അഡ്വാൻസ് തുക കൈപ്പറ്റിയത്. ബാധ്യതാ സർട്ടിഫിക്കറ്റിൽ ബാധ്യതയുള്ളതായി കണ്ടതിനെ തുടർന്ന് വീണ്ടും 25 ലക്ഷം ആവശ്യപ്പെട്ടപ്പോൾ ഒറിജിനൽ പ്രമാണം കാണണമെന്ന് ഉമർ ആവശ്യപ്പെട്ടു. അന്വേഷണത്തിൽ ഭൂമി SBI ആൽത്തറ ശാഖയിൽ 26 ലക്ഷത്തിന് പണയപ്പെടുത്തിയെന്ന് മനസ്സിലായി. തുടർന്ന് 30 ലക്ഷം മടക്കിത്തരണമെന്നാവശ്യപ്പെട്ട് ഉമർ വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും വസ്തു വേണമെങ്കിൽ നൽകാമെന്നായിരുന്നു മറുപടി. ഇതിനിടെ ഭൂമി മറിച്ചു വിൽക്കുവാൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് ഉമർ കോടതിയെ സമീപിച്ചത്. DGPക്കെതിരായ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിലാണ് ഗത്യന്തരമില്ലാതെ പണം തിരികെ നൽകി കേസ് ഒതുക്കിയത്. DGPക്ക് പണി കൊടുത്ത ഉമർ ഷെരീഫിനെതിരെ ഇനി എന്തൊക്കെ പണികളാണ് വരാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. കാരണം ഇത് ചോരൻ ഭരിക്കുന്ന കോരളമാണ്. കോരളം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.